നമസ്കാരം. ഇന്ന് ലോക നേതാക്കൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രത്തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ 5 പേരിൽ ഉൾപ്പെടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുമായും വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന, എല്ലാവരുമായി അനൗപചാരികമായി ഇടപെടുന്ന, എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു ഭരണാധികാരി ആയി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് ഉച്ചകോടിയിൽ അദ്ദേഹം പോയാലും അവിടെയെല്ലാം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയൊക്കെ തന്നെ പെരുമാറുന്ന, ഭാരതത്തിൻ്റെ എല്ലാവിധ സാംസ്കാരിക തനിമയും അവർക്ക് മുന്നിൽ വളരെ സ്വസ്ഥമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മധ്യസ്ഥൻ നരേന്ദ്രമോദിയാണ് എന്ന് ഈ 2 രാജ്യങ്ങളും ഒന്നടങ്കം പറഞ്ഞത്. അതുപോലെ തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു ഉത്തരം തേടി പലരും എത്തുന്നത് മോദിയുടെ അടുത്തേക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗഹൃദ വലയത്തിൽ പെടാത്ത ഒരു രാഷ്ട്രത്തലവൻ പോലും ഈ ലോകത്ത് കാണില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അവരുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പ് ഇപ്പോൾ എത്തുകയാണ്. വളരെ സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമാണ് ജോർജിയ മെലോണിയുടേത്. ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് ഈ ആത്മകഥയുടെ പേര്. ഒരു ജീവിതം മുഴുവൻ വെല്ലുവിളികൾ നേരിട്ട ഒരു വനിതയാണ് അവർ. അവിവാഹിതയായ അമ്മ എന്നുള്ള നിലയിൽ ഗർഭിണിയായിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്ന അവസ്ഥ നേരിട്ട ഒരു സ്ത്രീയാണവർ. അതുപോലെ അവരുടെ സ്വകാര്യ ജീവിതത്തിലുടനീളം തന്നെ നിരവധി പ്രതിസന്ധികൾ, പക്ഷേ അവയെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒടുവിൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ കഴിഞ്ഞ അസാമാന്യമായ ശേഷിയുള്ള ഒരു വനിതയാണ് ജോർജിയ മെലോണി. ഏത് അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് അവർ നരേന്ദ്രമോദിയെ കണ്ടാൽ അവർ ഓടി അടുത്തെത്തി ഒരു സഹോദര ഭാവത്തോടു കൂടി ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് അവിടങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി എപ്പോഴും മാറാറുള്ളതുമാണ്. മെലോഡി എന്നാണ് ഇതിനെ പലരും സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ജോർജിയ മെലോണിയുടെ ആത്മകഥയ്ക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആമുഖം എഴുതിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിനോടാണ് അവരുടെ ജീവിതത്തെ ഉപമിക്കുന്നത്. ഇത് അവരുടെ മൻ കി ബാത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി ഏറെ നല്ല വാക്കുകൾ കൊണ്ടാണ് മെലോണിയെ വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിൽ തനിക്ക് ഏറെ ആദരവ് തോന്നിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ജോർജിയ മെലോണി എന്നാണ് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നത്. സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ തന്നെ ഒരേപോലെ തിളക്കമാർന്ന ഒരു വ്യക്തിത്വമായി ജോർജ് മെലോണി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റലി പോലുള്ള ഒരു രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ എപ്പോഴും മന്ദഹാസത്തോടുകൂടി എപ്പോഴും വളരെ ദൃഢമായ കാൽവെപ്പോടുകൂടി നടക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ജോർജ് മെലോണിക്ക് അതെല്ലാം സാധിക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ നേതാക്കളുമായൊക്കെ തന്നെ അവർ വളരെ അങ്ങേറ്റം സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരാളാണ്. എപ്പോഴും സമഭാവനയോടെ എല്ലാവരെയും കാണുന്ന ജോർജ് മെലോണിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു സ്ത്രീ നടത്തുന്ന അതിഭീകരമായ അതിജീവനത്തിൻ്റെ കഥ തന്നെയാണ്. എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരീശക്തിയെക്കുറിച്ച് പറയാറുള്ളതാണ്. ശരിക്കും പുസ്തകത്തിൻ്റെ ആമുഖം എഴുതാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇത്രയധികം സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച മറ്റൊരു ഭരണാധികാരി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. സുകന്യ സമൃദ്ധി മുതൽ എത്രയോ പദ്ധതികളാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, സാധാരണക്കാരെ, വനിതകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം തയ്യാറാക്കി മുന്നോട്ട് വച്ചിരിക്കുന്നതും വളരെ പ്രായോഗികമായി വിജയകരമായി തന്നെ നടപ്പിലാക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ തൻ്റെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് ആമുഖം എഴുതിക്കുക എന്ന് പറയുന്നത് അത് ജോർജ് മെലോണിയെ സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അവർ പരസ്പരം ഒരു ആദരിക്കലിൻ്റെ ഒരു മികച്ച പ്രതീകമായി നമുക്ക് മാറാം. ഇതിലൂടെ നരേന്ദ്രമോദി ആദരിക്കപ്പെട്ടിരിക്കുന്നു, ജോർജ് മെലോണിയും ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തെ ഏറ്റവും ശക്തരായ 2 ഭരണാധികാരികൾ. ഇന്ത്യ ഭരിച്ച മറ്റേതെങ്കിലും പ്രധാനമന്ത്രിക്കും മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ അവസരത്തിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്ന സി കേശവൻ്റെ ജീവിത സമരം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ അവതാരിക അല്ലെങ്കിൽ ആമുഖം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ കെ ബാലകൃഷ്ണനാണ്. പ്രത്യേകിച്ച് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൗമുദി പത്രാധിപരും MP-യും MLA ഒക്കെ ആയിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന രാഷ്ട്രീയപരമായി എക്കാലത്തും പിതാവിൻ്റെ എതിർദിശയിൽ നിന്നിരുന്ന കെ ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയിരിക്കുന്നത്. ഏതായാലും അതുപോലെ നരേന്ദ്രമോദി എന്ന ലോകത്തെ ഏറ്റവും ശക്തനായ പ്രഗത്ഭനായ പ്രധാനമന്ത്രി തന്നെ ഇറ്റലിയുടെ സ്ത്രീത്വത്തിൻ്റെ കരുത്തായ ജോർജ് മെലോണിയുടെ ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് ഏറ്റവും ഉചിതമായി എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും എല്ലാം തന്നെ വ്യാപകമായി അതിനെ പുകഴ്ത്തുന്നത്.